നമസ്കാരം. സ്വരാജ് സ്വന്തം നാട്ടിലും വീണു. തൃപ്പൂണിത്തുറയുടെ സ്വന്തം MLA കെ ബാബുവിനെ 2016 അപ്രതീക്ഷിത പോരാട്ടത്തിൽ തോൽപ്പിച്ച് CPM സൈബർ സഖാക്കളുടെ കണ്ണിലുണ്ണിയായി സ്വരാജ്. പക്ഷേ 2021 ബാബു തൃപ്പൂണിത്തുറ തിരിച്ചു പിടിച്ചു. ഇതിന്റെ പേരിൽ സ്വരാജ് കോടതിയിൽ പോയി. പക്ഷേ അന്തിമ വിധി ബാബുവിന്റെ വിജയത്തെ അംഗീകരിക്കുന്നതായിരുന്നു. ഈ കോടതി തോൽവിക്ക് പിന്നാലെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് എത്തിയത്. PV അൻവർ നിയമസഭാ അംഗത്വം രാജിവെച്ചപ്പോൾ തന്നെ സ്വരാജ് നിലമ്പൂരിലേക്ക് ഓടി. അവിടെ നിറഞ്ഞു. എന്നിട്ടും വമ്പൻ തോൽവിയായിരുന്നു ഫലം. ഇതോടെ സ്വരാജിന്റെ ജനകീയ മുഖം തളരുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം വിശദീകരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ സ്വരാജിന്റെ പഴയ എതിരാളി. വ്യക്തിപരമായി ജനങ്ങളുമായി സ്വരാജിന് ബന്ധമില്ല. സാംസ്കാരിക സാഹിത്യ നായകരെ കൊണ്ട് പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രം ആർക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയം നേടാനാകില്ല. വേണ്ടത് ജനങ്ങളുമായുള്ള വ്യക്തിബന്ധം. തൃപ്പൂണിത്തുറയുടെ പ്രിയ നേതാവായി ബാബുവിനെ മാറ്റിയതും ഇതേ വ്യക്തിബന്ധമാണ്. UDFിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് നിലമ്പൂരിലെ വിജയം വ്യക്തമാക്കുന്നതെന്ന് തൃപ്പൂണിത്തുറ MLA കെ ബാബു മറുനാടനോട് പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFിന്റെ മിന്നും ജയത്തിന് പിന്നാലെയാണ് ബാബു UDF വിജയത്തിന്റെയും സ്വരാജിന്റെ തോൽവിയുടെയും കാര്യങ്ങൾ വിശദീകരിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ കെ സ്വരാജ് ജനങ്ങളുമായി വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളല്ലെന്നും അദ്ദേഹം മറുനാടനോട് പറഞ്ഞു. UDFിനോടുള്ള വിശ്വാസമാണ് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തിയത്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. CPMന്റെ തോൽവിയാണ്. CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ തോൽവിയാണ്. ജനങ്ങൾക്കിടയിലുള്ള സർക്കാർ വിരുദ്ധ നിലപാടിന്റെ തോൽവി കൂടിയാണിത്. വ്യക്തിപരമായി ജനങ്ങളുമായി ഒരു ബന്ധം പുലർത്തുന്ന നേതാവല്ല സ്വരാജ്. പാർട്ടിയുമായി അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹം. സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയാണ്. അതിൽ അഭിപ്രായം പറയാൻ എനിക്കാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സ്വരാജ് ഇനിയെങ്കിലും ജനങ്ങളുമായി വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്ന ഉപദേശം നൽകുകയാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന സ്വരാജിന്റെ ഹർജി തള്ളാൻ കോടതി ചൂണ്ടിക്കാണിച്ചത് തെളിവുകളുടെ അഭാവമായിരുന്നു. അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്ത് വോട്ട് പിടിച്ചു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു സ്വരാജ് ഉയർത്തിയത്. സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നായിരുന്നു കെ ബാബു ഇതിനെതിരെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. എന്നാൽ ഇന്ന് ജസ്റ്റിസ് PG അജിത് കുമാർ പുറപ്പെടുവിച്ച 66 പേജുള്ള വിധിയിൽ പറയുന്നത് ബാബുവാണ് ഈ സ്ലിപ്പുകൾ അച്ചടിപ്പിച്ചതെന്നോ വിതരണം ചെയ്തതെന്നോ തെളിയിക്കാൻ പരാതിക്കാരനായ സ്വരാജിന് കഴിഞ്ഞിട്ടില്ലെന്നാണ്. കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റും മറ്റുള്ളവരും അയ്യപ്പന്റെ ചിത്രമുള്ള സ്ലിപ്പുകൾ അച്ചടിച്ച് വിതരണം ചെയ്തു എന്നായിരുന്നു സ്വരാജിന്റെ പരാതി. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായിരുന്ന R വേണുഗോപാൽ 2021 ഏപ്രിൽ 4 ആനന്ദ് ഉദയൻ നവീന്ദർ എന്നിവർക്കൊപ്പം തൃപ്പൂണിത്തുറ തെക്കുംഭാഗം മേഖലയിലുള്ള ചിലരുടെ വീടുകളിലെത്തി തെരഞ്ഞെടുപ്പ് സ്ലിപ്പുകൾ കൈമാറിയെന്നും സ്വരാജ് പരാതിപ്പെട്ടിരുന്നു. ഇതിൽ നിങ്ങളുടെ വോട്ട് അയ്യപ്പന് എന്നെഴുതിയ ചിത്രവും ഉണ്ടായിരുന്നു. ഇതിന് താഴെയായി ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ചേർത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നതായിരുന്നു. സമാനമായ വിധത്തിൽ കോൺഗ്രസിന്റെ ഭാരവാഹികളും കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരകരും തൃപ്പൂണിത്തുറയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള വീടുകൾ സന്ദർശിച്ച് സമാന രീതിയിലുള്ള സ്ലിപ്പുകൾ കൈമാറിയിരുന്നു. എന്നാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ 127A വകുപ്പ് അനുശാസിക്കുന്ന വിധത്തിൽ ഈ സ്ലിപ്പിൽ അത് പ്രസിദ്ധീകരിച്ചവരുടെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ബാബുവും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാണ് അത് അച്ചടിച്ചത് എന്നായിരുന്നു സ്വരാജിന്റെ വാദം. വലിയ തോതിൽ അയ്യപ്പ ഭക്തരുള്ള മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി. മതപരമായ ഇത്തരം കാര്യങ്ങൾ നിർമ്മിക്കുകയും അത് ഉപയോഗിച്ച് വോട്ട് തേടുകയും ചെയ്തതുവഴി കെ ബാബു ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കുകയാണ് ചെയ്തത്. അതിനാൽ ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന് സ്വരാജ് ആവശ്യപ്പെട്ടിരുന്നു.